ഡിയർ ഫ്രണ്ട്സ്, കറണ്ട് അഫെയർസ് CPO എക്സാമിൻ്റെ മുന്നോടിയായിട്ട് കറണ്ട് അഫെയർസിൻ്റെ റിവിഷൻ ക്ലാസ്സാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഒരെണ്ണായിട്ട് നോക്കാം. സംസ്ഥാന സർക്കാർ സ്ത്രീ ശാസ്ത്രീകരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച 2024 കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ച ചിത്രം ഏത് എന്നാണ് ചോദ്യം. വിക്ടോറിയ. അത് സംവിധാനം ചെയ്തത് ശിവരഞ്ജിനി. 2024 വർഷം ഇന്ത്യൻ ആർമി ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? ഇയർ ഓഫ് ടെക്നോളജി ഓഫ് അബ്സോർപ്ഷൻ. മധ്യപ്രദേശിലെ 8ാമത് ടൈഗർ റിസർവ് മാധവ് നാഷണൽ പാർക്ക്. അധ്യാപകർക്കുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ടീച്ചർ ആപ്പ്. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ ജയ് ഷാ. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനുള്ള ലൈസൻസ് ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ ജനറൽ ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രി. പാലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസി UNRWA. ടിപ്പു സുൽത്താൻ ദ സാഗ ഓഫ് മൈസൂർ ഇന്റർറെഗ്നം 1761-1799 എന്ന പുസ്തകം രചിച്ചത് വിക്രം സമ്പത്ത്. ലോകത്തിലെ ആദ്യത്തെ ചരിഞ്ഞ ഡോം LED പ്ലാനറ്റോറിയം നിലവിൽ വരുന്നത് മൈസൂർ ചാമുണ്ഡി ഹിൽസ് ക്യാമ്പസിലാണ്. നിങ്ങൾ മൈസൂരിൽ ചാമുണ്ഡി ഹിൽസിൽ പോയിട്ടുള്ളവർക്ക് അതറിയാൻ കഴിയും. അടുത്ത ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം രാസരസിക. ഇത് എഴുതിയത് KV മണലിക്കര, അച്ചടിച്ചത് ജപ്പാനിലാണ്. അടുത്ത ചെസ് എല്ലോ റേറ്റിംഗ് 2800 റേറ്റിംഗ് പോയിന്റ് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ചെസ് താരം അർജുൻ എഗിരാസി. തെലങ്കാനക്കാരനാണ് അർജുൻ എരിഗാസി. നിർമ്മാണത്തിലിരിക്കുന്ന വാധാവൻ പോർട്ട് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. ഫ്രീഡം മെമ്മറീസ് 1954-2021 ആരുടെ പുസ്തകം? ഏഞ്ചല മെർക്കൽ. മുൻ ജർമ്മൻ ചാൻസലറാണ് ഏഞ്ചല മെർക്കൽ. സമ്പൂർണ്ണ ഈസ്റ്റ് സ്റ്റാമ്പിംഗ് പൂർത്തിയാക്കുന്ന സംസ്ഥാനമാണ് കേരളം. സയ്യിദ് മോദി അന്താരാഷ്ട്ര ബാഡ്മിന്റൺ ടൂർണമെന്റ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് PV സിന്ധു. പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ലക്ഷ്യ സെൻ. അടുത്ത കുട്ടികൾ, കൗമാരക്കാരായ പെൺകുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരിലെ പോഷകാഹാരക്കുറവിന്റെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുള്ള സംയോജിത പോഷകാഹാര പരിപാടിയാണ് സക്ഷം അംഗൻവാടി പോഷൻ 2.0. കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ഉൽപ്പാദിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ ശ്രീ അന്നം ശ്രീമന്ന. അടുത്ത പോയിന്റ്, ലോകത്താദ്യമായി ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവ അവധിയും ആരോഗ്യ ഇൻഷുറൻസ് പെൻഷനും പ്രഖ്യാപിച്ച രാജ്യം ബെൽജിയം. ഭോപ്പാൽ ദുരന്തത്തിന്റെ എത്രാം വാർഷികമാണ് 2024-40? യുനെസ്കോ മികച്ച പൈതൃക ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രഖ്യാപിച്ചത് പശ്ചിമ ബംഗാൾ. രത്തപാനി ടൈഗർ റിസർവ് എവിടെ സ്ഥിതി ചെയ്യുന്നു? മധ്യപ്രദേശ്. 38ാമത് ദേശീയ ഗെയിംസിന് ആതിഥ്യം വഹിക്കുന്നത് ഉത്തരാഖണ്ഡ്. ഭാഗ്യചിഹ്നം മൗളി. 37ാമത് ദേശീയ ഗെയിംസിന് ആതിഥ്യം വഹിച്ചത് ഗോവ. 2024 വേൾഡ് അത്ലറ്റിക് ഓഫ് ദി ഇയർ പുരസ്കാരം പുരുഷ വിഭാഗം നേടിയത് ലെസൈൻ ടൊബാഗോ ബോട്സ്വാനക്കാരനാണ് ലെസൈൻ ടൊബാനോ. വനിതാ താരം സിഫാനി ഹസൻ ഡച്ച് താരമാണ്. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ 2024 വാക്കായി തിരഞ്ഞെടുത്തത് ബ്രെയിൻ റോട്ട്. ജലസുരക്ഷയും സംരക്ഷണവും മുൻനിർത്തി നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള ക്യാമ്പയിൻ ഇനി ഞാൻ ഒഴുകട്ടെ. രാജ്യത്ത് ആദ്യമായി ആന്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കിയത് എറണാകുളം. നമീബിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര്? നെതുംബോ ടെൻറ്റി ദാത്വ. 2025 T20 വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. കാഴ്ച പരിമിതരുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സംഘടനയായ വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറിയായി നിയമിതനായ മലയാളി രജനീഷ് ഹെൻറി. രാജ്യത്തെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കിയ ആദ്യ ഭരണകേന്ദ്രം ചണ്ഡീഗഡ്. രാജ്യത്തെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് 2024 ജൂലൈ 1. കര, കടൽ, വ്യോമസേനയുടെ സംയുക്ത സൈനിക താവളം നിലവിൽ വരുന്നത് തിരുവനന്തപുരം. ഗൂഗിളിന്റെ ഇന്ത്യയിലെ ആദ്യ സേഫ്റ്റി എഞ്ചിനീയറിംഗ് സെന്റർ നിലവിൽ വരുന്നത് ഹൈദരാബാദ്. ഇന്ത്യയുടെ കാലാവസ്ഥ
കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ശാസ്ത്രം, ഗവേഷണം, സേവനങ്ങൾ എന്നിവയെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള ബഹുമുഖ പരിവർത്തനപരമായ സംരംഭം മിഷൻ മോസം. ബ്രിക്സ് പാര ഫുട്ബോൾ ഗെയിംസ് വേദി മോസ്കോ. റഷ്യയുടെ തലസ്ഥാനമാണ് മോസ്കോ. ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റ് ചാമ്പ്യൻഷിപ്പ് ഭുവനേശ്വർ. ആത്മനിർഭർ പദ്ധതി ആദ്യ സ്വദേശി ഡ്രോണാണ് നാഗാസ്ത്ര 1 രൂപകൽപ്പന ചെയ്തത് നാഗ്പൂരിൽ നിന്ന്. ഗേറ്റ്വേ ഓഫ് ഇന്ത്യയുടെ എത്രാം വാർഷികമാണ്? 2024 100-ാം വാർഷികം. നിർമ്മിച്ചതിന്റെ 100-ാം വാർഷികം. അടുത്ത ഏഷ്യൻ ജൂനിയർ ഹോക്കി ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം കിരീടം നേടിയത് ഇന്ത്യ. ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ബഹിരാകാശത്ത് കൃത്രിമ സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യനെ ആഴത്തിൽ പഠിക്കാൻ ലക്ഷ്യമിട്ടുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യമാണ് പ്രോബ 3. ന്യൂയോർക്ക് ഫിലിം ക്രിറ്റിക് സർക്കിളിന്റെ മികച്ച അന്താരാഷ്ട്ര ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് ഓൾ വി ഇമേജ് ഈസ് ലൈറ്റ്. പായൽ കപാഡിയാണ് സംവിധാനം ചെയ്തത്. തോപ്പിൽ ഫാസി പുരസ്കാരം ലഭിച്ചത് പെരുമ്പടം ശ്രീധരൻ നായർ. രാജ്യത്തെ 2024 ഏറ്റവും മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആലത്തൂർ, പാലക്കാട്. 2024 മികച്ച വനിതാ ടെന്നീസ് താരം ആര്യാന സബലങ്ക. ബെലാറസ്കാരിയാണ് അലാന സബറങ്ക. ഇന്ത്യ മലേഷ്യ സംയുക്ത സൈനിക അഭ്യാസം ഹരിമൗ ശക്തി ഓർത്തുവയ്ക്കുക. ഇന്ത്യ മലേഷ്യ. ലിംഗാതിക്രമം തടയാൻ ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി മാറിയത് ഒഡീഷ. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ അതായത് UNEP 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് മാധവ് ഗാഡ്ഗിൽ. ഉപരാഷ്ട്രപതി നീക്കം ചെയ്യുന്നതിനുള്ള ഇംപീച്ച്മെന്റ് ചെയ്യുന്നതിനുള്ള ആവശ്യകത ആർട്ടിക്കിൾ 67B. ഇത് കറണ്ട് അഫയേഴ്സിൽ കൂടി ജസ്റ്റ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഈ ഉപരാഷ്ട്രപതി ഇംപീച്ച് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംസാരമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് വന്നത്. ഓക്കെ. കാഴ്ച പരിമിതരുടെ അന്തർ സംസ്ഥാന ക്രിക്കറ്റ് ടൂർണമെന്റ് നാഗേഷ് ട്രോഫിയാണ് കാഴ്ച പരിമിതരുടെ അന്തർ സംസ്ഥാന ക്രിക്കറ്റ് ടൂർണമെന്റ് അറിയപ്പെടുന്നത്. അടുത്ത സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും കോളേജുകളുടെയും പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള സജ്ജമാക്കിയ സോഫ്റ്റ്വെയറാണ് KRIP. കേരളത്തിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്ഷേമവും ഇൻഷുറൻസ് പരിരക്ഷയും മറ്റു ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ആപ്പ് അതിഥി ആപ്പ്. അടുത്ത 2024 ഇടശ്ശേരി പുരസ്കാരം ലഭിച്ചത് R. ചന്ദ്രബോസ്. വാക്കിന്റെ രൂപാന്തരങ്ങൾ എന്ന കൃതിക്കാണ് പുരസ്കാരം. പച്ചക്കറി ആവശ്യത്തിനു വേണ്ടി ഇന്ത്യ പുറത്തിറക്കിയ ആദ്യ ഇഞ്ചി ഇനമാണ് IISR സുരസ. അടുത്ത രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്ര രചിച്ചത് തോമസ് മാത്യു. പ്രഥമ ഖോഖോ വേൾഡ് കപ്പ് വേദിയായത് ഇന്ത്യ, ഡൽഹി. പ്രഥമ ഖോഖോ വേൾഡ് കപ്പ് വിജയിച്ചത് ഇന്ത്യൻ ടീം തന്നെയാണ്. ഇന്ത്യ വനിതാ വിഭാഗം വിജയിച്ചത് ഇന്ത്യ തന്നെയാണ്. കാൻലോൺ അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ്? ഫിലിപ്പീൻസ്. ഗൂഗിൾ വികസിപ്പിച്ച പുതിയ കമ്പ്യൂട്ടർ ചിപ്പാണ് വില്ലോ. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോയുടെ ഏഷ്യ പസഫിക് അവാർഡ് ലഭിച്ച തമിഴ്നാട്ടിലെ ക്ഷേത്രമാണ് അബൽസവഹേശ്വര ക്ഷേത്രം. തുക്കാച്ചി ഗ്രാമം, തഞ്ചാവൂർ, തമിഴ്നാട്. ഇന്ത്യയുടെ 26ാമത് റിസർവ് ബാങ്ക് ഗവർണറായി നിയമിതനായത് സഞ്ജയ് മൽഹോത്ര. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ദോമരാജു ഗുഗേഷ്. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് ന്യൂഡൽഹിയിലാണ് നിർമ്മിക്കാൻ പോകുന്നത്. ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഫ്രാൻസുമായി ചേർന്നാണ് ഈ മ്യൂസിയം നിർമ്മിക്കുന്നത്. 10ാമത് ലോക ആയുർവേദ കോൺഗ്രസ് വേദി ഡെറാഡൂൺ. രാജ്യത്തെ ആദ്യത്തെ പരമ്പരാഗത വൈദ്യ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് കോട്ടൂർ, തിരുവനന്തപുരം. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് K. ജയകുമാർ. പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. ഗ്രാമീണ ദരിദ്രർക്ക് വീട് നൽകുന്നതിനായി ബംഗ്ലാർ ബാരി പദ്ധതി ആരംഭിച്ചത് പശ്ചിമ ബംഗാൾ. 2024 മികച്ച കളിക്കാരനുള്ള ഫിഫ അവാർഡ് നേടിയത് വിനീഷ്യസ് ജൂനിയർ. ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ സയൻസ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ഗോളിയോർ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രമേഹ ബയോ ബാങ്ക് സ്ഥാപിച്ചത് ചെന്നൈ. കർഷക സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ കീടനാശിനി വിരുദ്ധ ബോഡി സ്യൂട്ടാണ് കിസാൻ കവച്.
2024 വക്കം മൗലവി സ്മാരക അവാർഡ് ലഭിച്ചത് TJS ജോർജ്. നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് നിലവിൽ വരുന്നത് ലോത്തൽ, ഗുജറാത്ത്. മിസ് കേരള 2024 വിജയ് മേഘ ആന്റണി. രാജ്യത്തെ ആദ്യ സോളാർ അതിർത്തി ഗ്രാമം മസാലി, ഗുജറാത്ത്. ബഹ്റൈൻ ഫസ്റ്റ് ക്ലാസ് എഫിഷ്യൻസി പുരസ്കാരം ലഭിച്ച പ്രവാസി മലയാളി രവി പിള്ള. 2025 ലോക ജൂനിയർ ഷൂട്ടിംഗ് ലോകകപ്പിന് വേദി ഇന്ത്യ. 9ാമത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ. ഇന്ത്യയുടെ ആദ്യത്തെ കേബിൾ റെയിൽ പാളം അഞ്ചിഗഡ്. ലോകം ചുറ്റാൻ പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ വനിതാ യാത്ര സംഘത്തിന്റെ കപ്പലാണ് INS തരിണി. ലഫ്റ്റനന്റ് കമാൻഡർ രൂപയും അതുപോലെ തന്നെ മലയാളിയായ ലഫ്റ്റനന്റ് കമാൻഡർ ദിൽനിയുമാണ് അതിലുണ്ടത്. പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായത് KK ഷാജു. ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ മുംബൈ അഹമ്മദാബാദ് റൂട്ടിലാണ് വരാൻ പോകുന്നത്. അടുത്ത, ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സംസ്ഥാനത്തെ ആദ്യത്തെ കളിപ്പാട്ട ലൈബ്രറി അഥവാ വണ്ടർ ബോക്സ് തുറന്നത് കരിയാട്ടുകര, തൃശ്ശൂരാണ്. ഗാർഹിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ത്രീകൾക്ക് നിയമസഹായവും സൗജന്യ കൗൺസിലിംഗ് ഏർപ്പെടുത്തുന്ന വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള പദ്ധതി കാതോർത്ത്. അടുത്ത, തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളും ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന ആരംഭിച്ച ആപ്ലിക്കേഷനാണ് K-സ്മാർട്ട്. K-സ്മാർട്ടിന്റെ ഫുൾ ഫോം കൂടെ പഠിച്ചു വയ്ക്കുക. കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേഷൻ റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. അടുത്ത, പ്രഥമ അണ്ടർ-19 വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ നദീതട സംയോജന പദ്ധതിയാണ് കെൻ ബെത്സ്വ. ഓർത്തു വയ്ക്കുക, ഏതാണ് കെൻ ബെത്സ്വ. അടുത്ത, ജമ്മു കാശ്മീരിലെ അതിർത്തി ഗ്രാമങ്ങളിൽ മൊബൈൽ സേവനങ്ങൾ നൽകിയെന്ന ആദ്യ സ്വകാര്യ ടെലിഫോൺ കമ്പനിയാണ് എയർടെൽ. 2024 സംസ്ഥാന സ്കൂൾ സ്പെഷ്യൽ ഒളിമ്പിക്സ് വേദി കോഴിക്കോട്. 2025 വേൾഡ് പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയായത് ഇന്ത്യ, ഡൽഹി. രാജ്യത്ത് ആദ്യമായി പൂർണ്ണമായി വനിതകളുടെ നിയന്ത്രണത്തിൽ വോട്ടെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലം റായ്പൂർ. കേരളത്തിന്റെ 23ാമത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. സൂര്യന്റെ അടുത്തെത്തുന്ന ആദ്യ മനുഷ്യനിർമ്മിത പേടകം പാർക്കർ സോളാർ വെബ്. ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം അഥവാ ആർച്ച് പാലം ഏതാണ്? ചെനാബ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചു കഴിഞ്ഞതാണ്. 359 മീറ്റർ നീളം, അടിക്കണക്കിൽ പറയുകയാണെങ്കിൽ 1178 അടി. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദി സാത്താനിക് വേഴ്സസ് ആരുടെ കൃതിയാണ്? സൽമാൻ റുഷ്ദി. ദ മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്നത് സൽമാൻ റുഷ്ദിയുടെ കൃതിയാണ്. ദ മിഡ് നൈറ്റ് ചിൽഡ്രൻ ആണ് അദ്ദേഹത്തിന് ബുക്കർ പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെസിഡൻഷ്യൽ കെട്ടിടം പാലസ് ഓഫ് റോയൽ മുംബൈ, വെർലി. സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ വിജയിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യം. ഇന്ത്യയിലെ ആദ്യ നദീ സംയോജന പദ്ധതിയാണ് കെൻ ബെത്വ പദ്ധതി. മധ്യപ്രദേശ് ചത്തൻപൂർ ജില്ലയിൽ ഖജുരാഹോയിലാണ് ഇത് കെൻ ബെത്വ പദ്ധതി. US-ന്റെ ദേശീയ ഔദ്യോഗിക പക്ഷിയെ പ്രഖ്യാപിച്ചത് ബാൾഡ് ഈഗിൾ. വെള്ളത്തലയൻ കടൽപ്പരുന്ത്. സൂചിയില്ലാതെ കുത്തിവയ്പ്പിക്കുന്ന ഷോക്ക് ഇഞ്ചക്ഷൻ കണ്ടെത്തിയ IIT ആണ് മുംബൈ IIT. 78ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് വെസ്റ്റ് ബംഗാൾ. വേദി ഹൈദരാബാദ് ആയിരുന്നു. 33ാം തവണയാണ് അവര് സന്തോഷ് ട്രോഫി നേടുന്നത്. PSLV 60 ക്ഷമിച്ചത് 2024 ഡിസംബർ 30. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ നടന്നത് 2024 ജൂലൈ 30. അടുത്ത പോയിന്റ്, കൗമാരക്കാരെ വെബ്സൈറ്റ് അഡിക്ഷനിൽ നിന്നും സംരക്ഷിക്കുന്നതിനുള്ള ക്യാമ്പയിൻ ആരംഭിച്ച രാജ്യം ഗ്രീസ്. 2025 വർഷത്തെ ആദ്യം വരവേറ്റ മധ്യ പസഫിക്കിലെ ചെറുദ്വീപ് രാഷ്ട്രമാണ് കിരിബാത്തി. ക്രിസ്മസ് ദ്വീപ് എന്നും അറിയപ്പെടുന്നു. ISROയുടെ 99ാമത്തെ 2024 അവസാനത്തെ വിക്ഷേപണമായിരുന്നു PSLV C60. രാജ്യത്തെ ആദ്യ കണ്ണാടിപ്പാലം നിലവിൽ വരുന്നത് കന്യാകുമാരി. ISROയുടെ 100ാമത്തെ ദൗത്യമാണ് NVS-02. 2025 18ാമത് പ്രവാസി ഭാരത് ദിവസ് വേദി ഭുവനേശ്വർ. മുഖ്യ അതിഥിയായിരുന്നു ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രസിഡന്റ് ക്രിസ്റ്റീന കാർല കങ്കുലു. 18ാമത് എഡിഷൻ ഇന്ത്യ നേപ്പാൾ സൈനികാഭ്യാസം സൂര്യകിരൺ വേദി സിൽചണ്ടി, നേപ്പാൾ.
ലോകത്തിലെ ഏറ്റവും വേഗത്തിലോടുന്ന റോബോട്ടാണ് സ്റ്റാർ 1 ഹ്യൂമനോയിഡ് റോബോട്ടാണ്. പാകിസ്ഥാൻ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ ആണവ നിലയം ചഷ്മ 5. അതിന് സഹായം നൽകുന്നത് ചൈന. ISROയുടെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് തൂത്തുക്കുടി, കുലശേഖരപട്ടണം, തമിഴ്നാട്. 2025 വനിതാ കബഡി വേൾഡ് കപ്പ് വേദി ഇന്ത്യ, ബീഹാർ. സംസ്ഥാന സർക്കാരിന്റെ 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. 2024 പുരസ്കാരം ലഭിച്ചത് PK വീരമണിദാസൻ, തമിഴ് ഗായകനാണ്. ഓർത്തോസ് മലബാർക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത വ്യക്തി KS മണിലാൽ. ഗുജറാത്തിന്റെ 34ാമത്തെ ജില്ലയായി പ്രഖ്യാപിച്ചത് വാവ് തരാട്ട. കേരളത്തിന്റെ ആദ്യ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഗോറിച്ചൻ കൊടുമുടി അതിന്റെ ഹൈറ്റ് 6488 മൗണ്ട് ഗോറിച്ചൻ കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത ആരോഹകനാണ്. ഫുക്യ യശ്വന്ത് നായിക്ക് അരുണാചൽ പ്രദേശ് ആണ് ഗോറിച്ചൻ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കുക. അപ്പർ സിയാങ് ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ അവതരിപ്പിച്ചത് എയർ ഇന്ത്യ. ഭാഷാ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനായി സ്വർ പ്ലാറ്റ്ഫോം ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത്? ഗുജറാത്ത്. ഖേൽരത്ന പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഗുകേഷ്. ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളിൽ ഒന്നാമതെത്തിയത് ലാഹോർ. അടുത്തിടെ ജൽജീവൻ മിഷന് കീഴിൽ ഹർ ഹർ ജൽ വാട്ടർ കണക്ഷൻ ടു എവറി ഹൗസ് ഹോൾഡ് 100% പൂർത്തീകരിച്ച സംസ്ഥാനം പഞ്ചാബ്. ഇന്ത്യൻ നേവിയുടെ ഹൈഡ്രോഗ്രാഫിക് സർവേ കപ്പൽ INS സർവേഷർ. അടുത്ത പോയിന്റ്, ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ കളിച്ച റെക്കോർഡ് നേടിയത് നൊവാക് ദ്യോക്കോവിച്ച്. സെർബിയക്കാരനാണ് നൊവാക് ദ്യോക്കോവിച്ച്. അടുത്ത പോയിന്റ്, ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസ് കളരിപ്പയറ്റ് മത്സരമായി ഉൾപ്പെടുത്തണമെന്ന് വിധി പ്രഖ്യാപിച്ച ഹൈക്കോർട്ട് ഡൽഹി ഹൈക്കോർട്ട്. തട്ടിപ്പ് കോളുകൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ നഷ്ടപ്പെട്ട ഫോണുകൾ ബ്ലോക്ക് ചെയ്യാനും സേവനങ്ങൾ കേന്ദ്ര ടെലികോം മന്ത്രാലയം പുറത്തിറക്കിയ ആപ്പാണ് സഞ്ചാർ സാത്തി ആപ്പ്. അടുത്ത പോയിന്റ്, ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന 2024 54ാമത് ഓടക്കുഴ പുരസ്കാരം ലഭിച്ചത് K അരവിന്ദാക്ഷൻ. ഗോപ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമാണ് ഉല്ലാസ്. 65 വയസ്സിന് മേൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി വയോമിത്രം. ഭവനരഹിതരായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വീട് നിർമ്മിച്ചു നൽകുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പദ്ധതി ഒപ്പം. ലോകത്തിലെ ഏറ്റവും വലിയ ഡേറ്റാ സെന്റർ നിലവിൽ വരുന്നത് ജാംനഗർ, ഗുജറാത്ത്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഏത് പ്രവൃത്തിയും ലൈംഗിക അതിക്രമണമെന്ന് വിധിച്ച ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രാമ കോടതിയുള്ള മണ്ഡലം വാമനപുരം, തിരുവനന്തപുരം. 2024 34ാമത് വ്യാസ സമ്മാൻ പുരസ്കാരം ലഭിച്ചത് സൂര്യബാല, ഉത്തർപ്രദേശ് സ്വദേശി. 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷ മുഖ്യ അതിഥി പ്രഭാകോ സുബിയാന്തോ. 2025 റിപ്പബ്ലിക് ഡേ പരേഡിന് പങ്കെടുത്ത കേരളത്തിലെ ആദിവാസി രാജാവ് രാമൻ രാജമണ്ണൻ. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് മാഡിസൺ കീസ്, അമേരിക്ക. ദേശീയ ടെൻസിംഗ് നോർഗെ പുരസ്കാരം നേടിയത് ജിതിൻ വിജയൻ. വന്ദേ ഭാരത് എക്സ്പ്രസിലെ ആദ്യ വനിതാ ട്രൈബൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഋതിക ടർക്കി. കുഷ്ഠരോഗ നിർണയത്തിനായുള്ള ഭവന സന്ദർശന യജ്ഞം അശ്വമേധം പദ്ധതി. ദേശീയ ചുഴലിക്കാറ്റ് പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കിയത് കേരളം. അടുത്ത പോയിന്റ്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി തുടങ്ങിയതിന്റെ എത്രാം വാർഷികമാണ്? 2025 10ാം വാർഷികം. 2015 ജനുവരി 22 ഇത് ആരംഭിച്ചത്. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആരംഭിച്ച സമഗ്ര മുന്നറിയിപ്പ് പദ്ധതി കവചം. കുടുംബശ്രീയുടെ ദേശീയ സരസ് മേളയ്ക്ക് വേദിയായത് ചെങ്ങന്നൂർ. 2025 ചെസ് ലോകകപ്പ് വേദി ഇന്ത്യ. ഒരു പരമരഹസ്യത്തിന്റെ ഓർമ്മയ്ക്ക് ആരുടെ രചനയാണ്? കഥാസമാഹാരമാണ് സാറ ജോസഫ്. 2024-25 വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് കർണാടക. പ്രതിരോധത്തിലും നിയമനിർമ്മാണത്തിലും യുവാക്കളെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള പാർത്ത് യോജന പദ്ധതി ആരംഭിച്ചത് മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യ പറക്കുന്ന ടാക്സി പ്രോട്ടോടൈപ്പ് ശൂന്യ.
രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ അർദ്ധചാലക നിർമ്മാണ കേന്ദ്രം നിലവിൽ വരുന്നത് ആന്ധ്രാപ്രദേശ് കുർണൂർ ജില്ല. ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ വസ്തുക്കളുടെയും നിയമപരമായ രേഖകൾ ലഭ്യമാക്കാൻ ആരംഭിച്ച പദ്ധതി സ്വാമിത്വ പദ്ധതി. ഗില്ലർ ബാരി സിൻഡ്രോം GBS രോഗം ബാധിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തത് പൂനെ, മഹാരാഷ്ട്ര. സ്വതന്ത്ര ഇന്ത്യയിലെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ. അടുത്ത രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം മംഘർ, മഹാരാഷ്ട്ര. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നേടിയ പുരുഷ താരം യാനിക് സിന്നർ. ഇറ്റലിക്കാരനാണ് യാനിക് സിന്നർ. ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടവ് പ്രജനന കേന്ദ്രം മധ്യപ്രദേശ്, രേവ ജില്ല. 67ാമത് ഗ്രാമി പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജ ചന്ദ്രിക ടണ്ടൻ. ഇന്ത്യൻ അമേരിക്കൻ ഗായികയാണ് ചന്ദ്രിക ടണ്ടൻ. 2025 ക്യാൻസർ ദിന പ്രമേയം അതുല്യമായ ഐക്യം, യുണൈറ്റഡ് ബൈ യൂണിക്കോം. ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ സൂചികയിൽ 1ാം സ്ഥാനം നേടിയത് ഡെൻമാർക്ക്. ഇന്ത്യയുടെ സ്ഥാനം 96. 39ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്ന മേഘാലയ. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പച്ച മനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് പണ്ഡിത രാജേന്ദ്ര ഗംഗാധി, കലാകാരനാണ്. അടുത്ത വിഴിഞ്ഞത്തിന് ശേഷം കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ പദ്ധതി പൊഴിയൂർ മത്സ്യബന്ധന തുറമുഖം, തിരുവനന്തപുരം. 2025 ബ്രിക്സ് ഉച്ചകോടി വേദി ബ്രസീൽ. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹം നിള. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശ നടന്ന വനിത സുനിത വില്യംസ്. 2025 2ാമത് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന് വേദി ഡൽഹി. 2025 ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ബ്ലോക്കായ സരിങ്കാം എ കൽക്കരി ഖനി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനമാണ് മേഘാലയ. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം 2025 ലഭിച്ചത് ഗായത്രി ചക്രവർത്തി സിപാക്. പ്രീവിയസ് ക്വസ്റ്റ്യൻ. മണിപ്പൂർ കലാപത്തിൽ ഇരയായവർക്ക് ആശ്വാസം എത്തിക്കാനുള്ള പുനരധിവാസം ഉറപ്പാക്കാനും സുപ്രീം കോടതി നിയമിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് ഗീതാ മിത്തൻ കമ്മീഷൻ. രാജ്യത്ത് ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളം. കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കുന്നതിന് ഫാനുകളുടെയും എയർ കണ്ടീഷണറുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള പദ്ധതി കുളിർമ. ക്രയോജനിക് സാങ്കേതിക വിദ്യ കൈവരിച്ച 6ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അടുത്ത പോയിന്റ്. ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് T20 കിരീടം നേടിയത് ഇന്ത്യ. 2025 വനിതാ പ്രീമിയർ ലീഗ് കിരീടം മുംബൈ ഇന്ത്യൻസ്. 2025 കബഡി വേൾഡ് കപ്പ് വേദി ഇംഗ്ലണ്ട്. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ട്. 2025 വേദി എവിടെയെന്ന് വെച്ചാൽ വർണ്ണപ്പകിട്ടിന്റെ വേദി തിരുവനന്തപുരം. ആലപ്പുഴ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം നെല്ലുകളാണ് പുണ്യയും ആദ്യയും. ആദ്യം വികസിപ്പിച്ചത് തവളിക്കണ്ണനും ഉമയും നെൽവിത്തുകളുടെ സംയോജനമാണ്. പുണ്യാണെങ്കിൽ ഉമ ജ്യോതി നെൽവിത്തുകളുടെ സംയോജനം. ആസിയൻ രാജ്യങ്ങളുടെ ത്രിദിന ഭീകരവിരുദ്ധ സമ്മേളനത്തിന് ആതിഥ്യം വഹിച്ചത് ഇന്ത്യ, ഡൽഹി. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സെന്ററിലെ താൽക്കാലിക പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യയുടെ 6 സൈറ്റുകളാണ് കാങ്കർ വാലി നാഷണൽ പാർക്ക്, ഛത്തീസ്ഗഡ്; മുതുമൽ മെഗാലിത്തിക് മെൻഹ്യൂർ, തെലങ്കാന; ചൗത്തത് യോഗിനി ക്ഷേത്രങ്ങൾ, ഇന്ത്യയുടെ എല്ലാ പല ഭാഗത്തുമുണ്ട് ചൗത്തത് യോഗിനി ക്ഷേത്രങ്ങൾ. അത് ബുണ്ടേല കൊട്ടാരം കോട്ടകൾ, മധ്യപ്രദേശും ഉത്തർപ്രദേശും. അതുപോലെ ഉത്തരേന്ത്യൻ ഗുപ്ത ക്ഷേത്രങ്ങൾ, മൗര്യപാതയിലെ അശോക ശാസന സ്ഥലങ്ങൾ. അടുത്ത് ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും കുടുംബശ്രീക്ക് കീഴിൽ അഭയകേന്ദ്രം കുടുംബശ്രീ സ്നേഹിത. ഒറ്റത്തവണ കൂടുതൽ സമയം ബഹിരാകാശത്ത് ചെലവഴിച്ചതിന് റെക്കോർഡ് നേടിയത് വലേറിയ പോളിയാക്കോവിൽ, തുടർച്ചയായി 437 ദിവസം. ഇന്ത്യയിലെ ആദ്യത്തെ ശീതീകരിച്ച മൃഗശാല അഥവാ ഫ്രോസൺ സൂ ആണ് പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക്, ഡാർജിലിംഗ്. അടുത്ത പോയിന്റ്. ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി ബയോ ബാങ്ക് ഉദ്ഘാടനം ചെയ്തത് പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക്, ഡാർജിലിംഗ്. കവി വള്ളത്തോളിന്റെ ജീവിതവും ദർശനവും പ്രമേയമാക്കുന്ന ആദ്യ നോവലാണ് നിർനിമേഷനായി നിൽക്കുക. ഇത് രചിച്ചത് ഡോക്ടർ അനിൽ വള്ളത്തോൾ. കാനഡയുടെ 24ാമത്തെ പ്രധാനമന്ത്രി മാർക്ക് കാർണി. 30ാമത് UN കാലാവസ്ഥാ ഉച്ചകോടി വേദി ബ്രസീൽ, ബേലം. 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാള എഴുത്തുകാരി KP സുധീര.
2024 പുരസ്കാരം ലഭിച്ചത് MK സാനു മാസ്റ്റർ. ഇന്ത്യ ബംഗ്ലാദേശ് നാവിക അഭ്യാസമാണ് ബോങ്കോ സാഗർ. 2025 വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് ഉച്ചകോടി വേദി മുംബൈ. പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവതീ-യുവാക്കളുടെ നൈപുണ്യ വികസനവും ജീവനോപാധിയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന പദ്ധതി ഗോത്ര ജീവിക. അതിർത്തി നിരീക്ഷണത്തിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത റോബോട്ടുകൾ വികസിപ്പിച്ചത് IIT ഗുവാഹട്ടി. കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരം, കണ്ണൂർ. യോദ്ധാവ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ മോഹൻലാൽ. ജനവാസ മേഖലയിലെത്തുന്ന പാമ്പുകളെ സുരക്ഷിതമായ വനമേഖലയിൽ എത്തിക്കാൻ വനം വകുപ്പ് ആവിഷ്കരിച്ച സർപ്പ് ആപ്പ് ബ്രാൻഡ് അംബാസഡർ ടോവിനോ തോമസ്. 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് വിനോദ് കുമാർ ശുക്ല. ഹിന്ദി റൈറ്ററാണ് വിനോദ് കുമാർ ശുക്ല. ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യ വ്യക്തിയാണ് വിനോദ് കുമാർ ശുക്ല. 11 ലക്ഷം രൂപയും സരസ്വതി ദേവിയുടെ പ്രതിമയുമാണ് പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2026 ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ആദ്യ ടീം ജപ്പാൻ. UK പാർലമെന്റിലെ ഹൗസ് ഓഫ് ദി കോമൺസ് ടീം ബ്രിഡ്ജ് ഇന്ത്യ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ച ഇന്ത്യൻ ചലച്ചിത്ര താരം ചിരഞ്ജീവി. ഗുജറാത്തിലെ ആദ്യ മാതൃകാ പരിസ്ഥിതി ഗ്രാമം ദച്ച്. 1975 ഹോക്കി ലോകകപ്പ് വിജയത്തിനെ കുറിച്ച് പുറത്തിറക്കിയ പുസ്തകം മർച്ച് ഓഫ് ഗ്ലോറി. അടുത്ത നിയമസഭയിലെ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി മാറിയത് പഞ്ചാബ്. പൂർണ്ണമായും നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യ ദിനപത്രം ഇൽ ഫ്ലോഗിയോ ഇറ്റാലിയൻ ദിനപത്രമാണ്. അടുത്ത വിദ്യാഭ്യാസം, ജോലി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ എന്നിവയിൽ പിന്നാക്ക വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്താനുള്ള 42% സംവരണം ഏർപ്പെടുത്താനുള്ള ബിൽ പാസാക്കിയത് തെലങ്കാന. രാജ്യത്താദ്യമായി വയോജനങ്ങൾക്കായി കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന വയോജന കമ്മീഷൻ ബിൽ പാസാക്കിയ സംസ്ഥാനം കേരളം. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അടുത്ത കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിങ് മെഷീൻ സ്ഥാപിച്ചത് ഇവിടെ തിരുവനന്തപുരം. ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന PDF വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരു പേയ്മെൻ്റ് ഉണ്ട്. ഇതിന് വരുന്നത് 10 രൂപയാണ് പേയ്മെൻറ്റ് വരുന്നത്. 10 രൂപ പേയ്മെൻറ്റ് ചെയ്യേണ്ട ഗൂഗിൾ പേ നമ്പറാണ് ഈ കാണിച്ചിരിക്കുന്നത്. 6238853265. ഈ ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം എൻ്റെ താഴ്ഭാഗത്ത് കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഇത് മെസ്സേജ് ചെയ്യുക. ടൈം സ്ഥലവും വെച്ച് മെസ്സേജ് ചെയ്യുക. ആ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9496822117. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിങ് മെഷീൻ സ്ഥാപിച്ചത് ഇവിടെ തിരുവനന്തപുരം. കേരളത്തിലെ ലഹരി വ്യാപനം തടയുന്നതിനായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നടത്തുന്ന നാവികാഭ്യാസം വരുണ. ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി ക്ഷയരോഗികളെ ദത്തെടുത്ത സംസ്ഥാനം മേഘാലയ. ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പോർട്ടൽ നിക്ഷയ് മിത്ര. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ്. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പോൾ സക്രിയ. അടുത്ത വഖഫ് ഭേദഗതി ബില്ല് 2025 പാർലമെന്റ് പാസാക്കിയതാണ്. വഖഫ് ഭേദഗതി ബില്ല് 2025 പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2025 ഏപ്രിൽ 5-നാണ്. രാജ്യസഭ പാസാക്കിയത് ഏപ്രിൽ 4. ലോക്സഭ പാസാക്കിയത് ഏപ്രിൽ 3. ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലം ന്യൂ പാമ്പൻ പാലം. അമേരിക്കയുടെ പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഗോൾഡൻ ഡോം. ഉല്ലാസ് പദ്ധതി കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് മിസോറാം. ഉല്ലാസ് പദ്ധതി ഫുൾ ഫോമാണ് അണ്ടർസ്റ്റാൻഡിംഗ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ആൾ ഇൻ സൊസൈറ്റി. അടുത്ത പോയിന്റ്, ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം ലഭിച്ചത് ഭാനു മുസ്താഖ്. ഹാർട്ട് ലാമ്പ് എന്ന കൃതിക്കാണ്, ചെറുകഥാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. പുരസ്കാരം ലഭിക്കുന്ന ആദ്യ കന്നഡ എഴുത്തുകാരിയാണ് ഭാനു മുസ്താഖ്. ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയത് ഷീബ ബസ്തി. US ചരിത്രത്തിലെ ഏറ്റവും വലിയ ആയുധ കരാർ ഒപ്പുവെച്ചത് ഏത് രാജ്യവുമായിട്ടാണ്? സൗദി അറേബ്യ. 12 ലക്ഷം കോടി. എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന ആദ്യ CISF സേനാംഗ ബഹുമതി നേടിയത് ഗീത സമോത്ത. നൈപുണ്യ വികസനം വർദ്ധിപ്പിക്കുന്നതിനും യുവാക്കൾക്കിടയിൽ തൊഴിലവസരങ്ങൾ വിപുലീകരിക്കുന്നതിനുമായി ITI ചലോ അഭിയാൻ പദ്ധതി ആരംഭിച്ചത് ഉത്തർപ്രദേശ്.
MK സാനുവിന്റെ പുതിയ പുസ്തകം തപസ്വിനി അമ്മ, അബലകൾക്ക് ശരണ്യായി ജീവിച്ച പുണ്യവതി. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി വനിത സഫീന ലത്തീഫ്. കണ്ണൂർ സ്വദേശിയാണ് സഫീന ലത്തീഫ്. 2025 ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്, സ്പെയിൻ. വനിതാ വിഭാഗം കിരീടം നേടിയത് ജാസ്മിൻ പൗളി, ഇറ്റലി. ഇന്ത്യയിലെ ആദ്യത്തെ പുരാവസ്തു എക്സ്പീരിയൻസ് മ്യൂസിയമാണ് ഭട്നഗർ, ഗുജറാത്ത്. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ ശാക്തീകരണം വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തി വിവിധ മേഖലകളിൽ പരിശീലനവും പ്രവർത്തനങ്ങളും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് ഉന്നതി. ഇന്ത്യയിലെ ആദ്യത്തെ വിസ്റ്റാഡോം ജംഗിൾ സഫാരി ട്രെയിൻ ഉത്തർപ്രദേശ്. ഭൂമി ഇടപാടുകൾക്ക് ഒരു ഏകജാലക സർക്കാരിന്റെ സംയോജിത ഭൂവിനിയോഗ സംവിധാനമാണ് എൻ്റെ ഭൂമി. പുന്നയൂർക്കുളം സാഹിത്യ സമിതിയുടെ 2025 മാധവി പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ. ഡിസ്പെൻസറിയോട് കൂടിയ രാജ്യത്തെ ആദ്യ ഹരിത ബോട്ട് ആംബുലൻസാണ് കടമക്കുടി. ഒലീവ് റിഡ്ലി കടലാമകളെ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ മിഷനാണ് ഓപ്പറേഷൻ ഒലീവിയ. സൂപ്പർ ബൈറ്റ് ക്ലാസിക് ചെസ് കിരീടം നേടിയത് ആർ പ്രഗ്യാനന്ദ. മന്ത്രിസഭാ യോഗത്തിന്റെ പ്രധാന വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി അസം സർക്കാർ അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ആങ്കർ അങ്കിത. ആഗോള മാധ്യമ സ്വതന്ത്ര സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 151. ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി തൊഴിൽ പരിശീലനവും നൈപുണ്യ വികസനവും എന്നിവ നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി പ്രചോദനം. 57ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ജേതാക്കൾ മഹാരാഷ്ട്ര. ക്ഷമിക്കണം, 7ാമതാണ്. 2025 7ാമത്, 57ാമതല്ല, 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കൾ മഹാരാഷ്ട്ര. ഇന്ത്യയുടെ 86ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ശ്രീഹരി എൽ ആർ ആണ് തമിഴ്നാട് സ്വദേശിയാണ്. അടുത്ത പോയിന്റ്, സാംസ്കാരിക വകുപ്പിന് കീഴിൽ 100ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്ര മേള വേദി കൊട്ടാരക്കര. ജമ്മു കാശ്മീരിലെ ഇന്ത്യൻ സൈന്യം നടത്തിയ ഭീകരവിരുദ്ധ നടപടികൾ ഓപ്പറേഷൻ നാദർ, ഓപ്പറേഷൻ കെല്ലർ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവൽ സ്റ്റേഷൻ നെടുമ്പാശ്ശേരി, കൊച്ചി വിമാനത്താവളത്തിന് സമീപം. അടുത്ത, മലയാറ്റൂർ ഫൗണ്ടേഷൻ 4ാമത് മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ അവാർഡ് ലഭിച്ചത് അംബികാസുധൻ മങ്ങാട്. 2000 കൃതിയാണ് അലോഹലൻ. കലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി എവിടെയാണ്? തെലങ്കാന, ഗോദാവരി നദിയിലാണ്. 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വേദി ഇംഗ്ലണ്ട്. 2025 ലോക ഭക്ഷ്യ പുരസ്കാരം ലഭിച്ചത് മരിയാഞ്ച ഹംഗ്രിയ, ബ്രസീൽക്കാരിയാണ് മരിയാഞ്ചല ഹംഗ്രിയ. നെഹ്റു യുവ കേന്ദ്രത്തിന്റെ പുതിയ പേര് മേരാ യുവ ഭാരത്. അടുത്ത പോയിന്റ് നോക്കാം. 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 130. ഇന്ത്യയുടെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി. സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം നൽകുന്നതിന് പട്ടികജാതി വികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ലക്ഷ്യ. UK ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ സിനിമയാണ് മൈ മെൽബൺ. അടുത്ത, പ്രത്യേക പരിഗണന അർഹിക്കുന്ന പാർശ്വവൽകൃത സമൂഹത്തിന്റെ പെട്ടവർക്കായി കുടുംബശ്രീ മുഖേന സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതി പ്രത്യാശ. 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മ. 3 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഇത് ONV പുരസ്കാരം. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത് 2025 മെയ് 7. കൗമാരത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ ആവശ്യമായ അവബോധവും ജീവിത നൈപുണ്യവും പെൺകുട്ടികൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെ ആന്ധ്രാപ്രദേശ് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇത് കിഷോരി വികാസ്. OV വിജയൻ സ്മാരക ചെറുകഥാ പുരസ്കാരം ലഭിച്ചത് സന്തോഷ് ഏച്ചിക്കാനം. കവണ എന്ന കൃതിയാണ്. അടുത്ത, 2025 ദേശീയ ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം അമേരിക്ക. ഏഷ്യൻ നെല്ലിന്റെ ആദ്യത്തെ പൂർണ്ണ പാൻചിനോ വികസിപ്പിച്ചെടുത്ത് ചൈന. കേന്ദ്ര പ്രതിരോധ മന്ത്രി ബ്രഹ്മോസ് എയ്റോസ്പേസ് ഇറിഗേഷൻ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തത് എവിടെ? ലക്നൗ. ജർമ്മനിയെ മറികടന്ന് ഈ കാറ്റിൽ നിന്ന് സൗരോർജ്ജത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ 3ാമത്തെ രാജ്യമായി മാറിയത് ഇന്ത്യ.
ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ. 2025 മെയ് റോഡ് അപകടങ്ങളിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലോ എത്തിച്ച് സഹായിക്കുന്ന വ്യക്തികൾക്ക് സംസ്ഥാന സർക്കാർ 25,000 രൂപ പാരിതോഷികം നൽകുന്ന രഘുവീർ പദ്ധതി ആരംഭിച്ചത് മധ്യപ്രദേശ്. അടുത്ത പോയിന്റ്, പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിനായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം രാജ്യവ്യാപകമായി ആരംഭിച്ച ക്യാമ്പയിൻ ഒരു രാഷ്ട്രം ഒരു ദൗത്യം, പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. സ്ത്രീകളെ ഡിജിറ്റൽ സാക്ഷരതയെക്കുറിച്ച് അറിയിക്കുന്നതിന് പരിചയപ്പെടുത്തുന്നതിനും സൈബർ ഭീഷണിയിൽ നിന്ന് സ്വയം സുരക്ഷിതരാക്കുന്നതിനുമുള്ള പരിശീലനം നൽകുന്നതിനായി ദേശീയ വനിതാ കമ്മീഷൻ ആരംഭിച്ച ക്യാമ്പയിനാണ് യശോദ AI. അടുത്ത പോയിന്റ്, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ് രഹത്കർ. പട്ടുനൂൽപ്പുഴു എന്ന നോവൽ രചിച്ചത് S. ഹരീഷ്. അടുത്ത പോയിന്റ്, ജോവാർ അന്താരാഷ്ട്ര വിമാനത്താവളം ഉത്തർപ്രദേശ്. രാജ്യത്തെ 6ാമത്തെ സെമി കണ്ടക്ടർ പ്ലാന്റ് നിലവിൽ വരുന്നത് ഉത്തർപ്രദേശ്. ശൈശവ വിവാഹം തടയാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി പൊൻവാക്ക്. ഇന്ത്യയിൽ നെല്ലുൽപാദനം വർദ്ധിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ ഫിലിപ്പീൻസിൽ നിന്ന് വികസിപ്പിച്ച പുതിയ നെല്ലിനം മാലവിയ മനില സിജിസ്ഥാൻ 1. അടുത്ത പോയിന്റ് നോക്കാം. ശ്രദ്ധിക്കാം, ഇതിന്റെ PDF നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. PDF ലഭിക്കാൻ വേണ്ടി ചെറിയൊരു പേയ്മെന്റ് ഉണ്ട്. 10 രൂപയാണ് പേയ്മെന്റ് വരുന്നത്. അത് ഈ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യുക. 6238532265 എന്ന ഗൂഗിൾ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം 9496822117 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. 24 hours നിങ്ങൾക്ക് ഇതിന്റെ PDF ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.